ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ. പൊരിച്ച ചിക്കൻ മന്തിയാണ്. ഏറ്റവും സിമ്പിളായി നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മന്തി റെസിപ്പിയാണ് കേട്ടോ. മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള മന്തി റെസിപ്പിയും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ചേർത്തെടുക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു ഹാഫ് സവാള, മല്ലിയില, മാഗി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചെടുത്ത് 2 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഒരു കിലോ ചിക്കനിക്കാണ് കേട്ടോ. ഒരിച്ചിരി കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയൊരു തക്കാളി അരച്ചെടുത്തതാട്ടോ. നുള്ള് റെഡ് കളറാട്ടോ. എല്ലാതും പാടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. വേണമെങ്കിൽ കുട്ടികളും ക്യാപ്സിക്കം, മോനിക്കൊന്നും ക്യാപ്സിക്കം ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഒന്നാമത് ചേർക്കാത്തത് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ. ബിരിയാണിക്ക് വെട്ടൂലേ, അങ്ങനെ വെട്ടിയിട്ടുള്ളത് കേട്ടോ. വലുതാക്കുകയാണെങ്കിൽ വരട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്കത് നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. യോജിപ്പിച്ചിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നാരങ്ങയുടെ ഹാഫാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേവിക്കാം. 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കുതിരാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാം കേട്ടോ. വേവിക്കാൻ വെക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അരി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറല്ല 15 മിനിറ്റ്. ഗോൾഡൻ റൈസാണ് വെച്ചെങ്കിലാണ് അരമണിക്കൂർ വെക്കേണ്ടത് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം കേട്ടോ. എല്ലാം തിരിച്ചിട്ട് കൊടുക്കട്ടോ.
തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. മൂടി വെക്കാം കേട്ടോ. എല്ലാം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെക്കാം. എന്നിട്ട് നന്നായി വെന്ത് കിട്ടട്ടെ കേട്ടോ. ഒന്നുകൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളക്കട്ടെ. എന്നിട്ട് നമ്മൾ അരി വാർത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ആ നാരങ്ങയുടെ പകുതി, അതേമാതിരിക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ചെറിയ ജീരകം അതൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അധികമൊന്നും ഒഴിക്കണില്ല, 1 സ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അരിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ, എന്നാലുള്ള അരിയിലേക്ക് ഉണ്ടാവുക. ഉപ്പ് പാകത്തിന് ഇല്ലയെന്ന് ഒന്ന് നോക്കട്ടെ. നമുക്ക് അരി ഇട്ടതിന് ശേഷം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കാം കേട്ടോ. ഇച്ചിരി കൂടി അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പാകത്തിനുണ്ട്, പക്ഷേ അരിക്കും കൂടി വേണമെങ്കിൽ അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഊറ്റിയെടുക്കല്ലേ കേട്ടോ. അരി ചോറ് ഒന്ന് വാർത്തെടുക്കുക ചെയ്യുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം വെച്ചിട്ടുള്ളത് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് അടച്ച് വെക്കാം. ചിക്കൻ നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് മാറ്റിയിട്ട് ഇതിങ്ങനെ വെള്ളം കൊണ്ടല്ലേ ഞാനും കൊണ്ട്. അപ്പം നമുക്കത് ഒന്ന് പാനിലേക്ക് വെച്ച് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഈ കുറച്ച് വെച്ചിട്ടായിരുന്നു ഇത്ര നേരം വേവിച്ചിരുന്നത്. നമുക്കത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചെടുക്കട്ടോ. അധികമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേർക്കാം. വെന്ത് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. 2 കുറവ് ഓരോന്നും മരുന്ന് കിട്ടണം കേട്ടോ. ഇത് ഒന്ന് ഓരോന്ന് തിരിച്ച് കൊടുക്കട്ടോ. പുറം കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. ഇത് നമുക്ക് പാനിൽ നിന്ന് അത് കോരിയെടുക്കാം കേട്ടോ. എണ്ണ നമുക്ക് എടുക്കാം. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പാനായതുകൊണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. അരി ഞാൻ വാർക്കാൻ വെച്ചായിരുന്നു കേട്ടോ. വാരാൻ
ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെന്ത് കിട്ടട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കട്ടോ. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് വാർത്തെടുക്കാം കേട്ടോ. നമ്മൾ ഊറ്റിയെടുത്ത ചോറ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തില്ലേ, ആ പാനിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. മുഴുവനായിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുക്കുന്നത് മഞ്ഞ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലോ. അരി ചോറ് കാണുമ്പോഴും ഭംഗി ഉണ്ടാവില്ലേ, അതിന് വേണ്ടി ഒഴിച്ച് കൊടുക്കണം. യെല്ലോ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കണൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഓയിൽ ഒറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. ഈ ചട്ടി നമുക്കിങ്ങനെ നന്നായി ചൂടാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാ നന്നായി ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിത് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കട്ടോ. ഇനി ഞാൻ ഒന്നിച്ച് ഇളക്കുക ചെയ്യണം കേട്ടോ, അല്ലാതെ ഇറച്ചി വേറെ എടുക്കണില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറും കഴിക്കാനായിട്ട്.